അതുപോലെ തന്നെ മറ്റൊരു ഡൗട്ടാണ്, ഓഫീസർ ലെവൽ പോസ്റ്റുകൾക്കെല്ലാം തന്നെ ഇൻ്റർവ്യൂ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻ്റ് ആണെങ്കിലേ ഇൻ്റർവ്യൂവിൽ എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണ്, ഞാൻ മെയിൻസിന് നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫെയിൽ ആകൂ, എങ്ങനെ ഇൻ്റർവ്യൂ ഓവർകം ചെയ്യാം എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ സജഷൻ എന്താണ്? ഇതിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യമാണോ അതോ പൊതുവായിട്ടുള്ള ചോദ്യമാണോ? അത് ഇംഗ്ലീഷ് ഭാഷ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ജനറലി അല്ല. ഓക്കെ, ഈ ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനത്തിൻ്റെ പരിമിതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എഗെയിൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇതൊരു മേജർ ലാക്കുണയായിട്ട് ഒരു കാരണവശാലും ഒരു ഇൻ്റർവ്യൂ ബോർഡും കണക്കാക്കുന്നില്ല. സിവിൽ സർവീസിൻ്റെ അടക്കം ഇൻ്റർവ്യൂ പലപ്പോഴും ഇംഗ്ലീഷിലല്ല നടക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനം, യെസ്, ഇഫ് യു ആർ ഹാവിങ് ഇറ്റ് വെൽ ആൻഡ് ഗുഡ്. ഇനി ബൈ ചാൻസ് നിങ്ങൾക്ക് സ്വയം തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം അല്പം പരിമിതമാണ്, കുറവാണെന്ന് തോന്നിയാലും ഇൻ്റർവ്യൂവിനെ ഒരിക്കലും ഇത് ബാധിക്കില്ല. അതിനപ്പുറത്തേക്ക് എനിക്കിത് ഡിസ്ക്ലോസ് ചെയ്യാവുന്നൊരു സീക്രട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി ഗിവൺ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. അതിൻ്റെ റീസൺ, ഓൾറെഡി പരീക്ഷയുടെ ഒരു ടോപ്പിക്കായിട്ട് ഇംഗ്ലീഷ് ഭാഷയുണ്ട്. അത് പാസ്സായി വരുന്ന കാൻഡിഡേറ്റ്സാണ് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഷാ പരിജ്ഞാനത്തിനെ പറ്റിയിട്ട് കൂടുതൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഓൾ ഇന്ത്യ പോസ്റ്റാണ് ഒരു ഓഫീസർ പോസ്റ്റ്. ഓൾ ഇന്ത്യ പോസ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പല വ്യക്തികളുമായിട്ടും ഇടപഴകാനും സംസാരിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം വരുന്നു. കേരളത്തിൽ നിന്നുള്ളൊരു കുട്ടിക്ക് നാളെ ഒരു അന്യ സംസ്ഥാനത്ത് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തുടക്കം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഷ കയ്യിൽ വേണം. അത്രേ വേണ്ടൂ. അതിനപ്പുറത്തേക്ക് എൻ്റെ ഭാഷാ പരിജ്ഞാനം കുറവാണല്ലോ, എനിക്ക് ഇത്ര ഗംഭീരമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഒരിക്കലും വറി ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം, ഈ ഒരു ഫീലിംഗ് നിങ്ങളുടെ കോൺഫിഡൻസിനെ താഴേക്ക് കൊണ്ടുവരരുത്. ഇതാണ് ഏറ്റവും പ്രധാനം. കോൺഫിഡൻസിനെ താഴേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം കാര്യങ്ങൾ പോലും പറയാൻ പറ്റാണ്ടാകും. അത്രയും പറയാനുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ ഗ്രാമാറ്റിക്കൽ എറർ, പറയുന്ന വാക്കുകളുടെ കറക്റ്റ്നെസ്, ഇതിനൊന്നിനും ഫൈനൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അവാർഡ് ചെയ്യുമ്പോൾ ഇതൊരു ഘടകമല്ല. ഒരു കാരണവശാലും അത് വറി ചെയ്യേണ്ട. വളരെ ആധികാരികമായിട്ട് എനിക്കത് പറയാൻ പറ്റും. ഇൻ്റർവ്യൂ എന്നൊരു ആസ്പെക്റ്റ് പോകുന്ന ഒരാൾ പ്രധാനമായിട്ട് കണക്കാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. വൈ ആൻ ഇൻ്റർവ്യൂ ഈസ് ബീങ് കണ്ടക്റ്റഡ്. പ്രധാനമായിട്ടും ഇൻ്റർവ്യൂ എന്നുള്ളൊരു മാച്ചിങ് പ്രോസസ്സാണ്. ഐ ഹാവ് ഗോട്ട് എ ജോബ് ഇൻ മൈ ഹാൻഡ് ആൻഡ് യു വാണ്ട് ടു ഗെറ്റ് ദിസ് ജോബ്. So whether you are eligible, you means that candidate, whether you are eligible for this job, ആ ഒരു മാച്ചിങ് പ്രോസസ്സാണ് അവിടെ നടക്കുക. അപ്പോൾ ഒരു ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിന് വരുന്നൊരു വ്യക്തി ബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി വരുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വരുമ്പോൾ ആ ഒരു മാച്ചിങ് പ്രോസസ്സ് എളുപ്പത്തിൽ വരും. നല്ലൊരു ഇമ്പ്രഷൻ കാൻഡിഡേറ്റിന് ഫേസ് ചെയ്യാൻ പറ്റും, അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും ഞങ്ങൾ അത് ആസ് എ പാനൽ മെമ്പർ വി ഹാവ് ഫേസ്ഡ് ഇറ്റ്. നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളായിരിക്കും, ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു പ്രൊജക്റ്റ്. ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാറുള്ളത്, യു ഹാവ് ടു മാർക്കറ്റ് യുവർ സെൽഫ്. യു ആർ എ കമ്മോഡിറ്റി. യു ഹാവ് ടു മാർക്കറ്റ് യുവർ സെൽഫ്. എന്തിനു മാർക്കറ്റ് ചെയ്യുന്നു? ടു പ്രൂവ് ദാറ്റ് യു ആർ മാച്ചിങ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ജോബ്. അത് നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു? കാരണം 10-12 മിനിറ്റേ ഒരു ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ. ഈ 12 മിനിറ്റ് കൊണ്ട് ഒരു കാൻഡിഡേറ്റിൻ്റെ ക്രെഡൻഷ്യൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് പലപ്പോഴും പാനൽ മെമ്പേഴ്സിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് ത്രൂ ദ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിന് ആകെ ഒരേ ഒരു വെപ്പണേ അവരുടെ കയ്യിലുള്ളൂ. എന്താണ് വെപ്പൺ? ദ ആൻസേഴ്സ് വിച്ച് ദേ ആർ ഗിവിങ്. ആൻസർ തരുന്നതിലും നിങ്ങൾക്ക് പരിമിതിയുണ്ട്. ദ ആൻസർ ഷുഡ് ബി റിലേറ്റഡ് ടു ദ ക്വസ്റ്റ്യൻസ് വിച്ച് ദ പാനൽ മെമ്പേഴ്സ് ആർ ആസ്കിങ്. അപ്പോൾ ത്രൂ ദോസ് ആൻസേഴ്സ് you have to market yourself, you have to project yourself. ഇതൊരു ആർട്ടാണ്. ഇത് പ്രിപ്പറേഷൻ വേണ്ടതാണ്. കഴിവ് മിടുക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. യു ഹാവ് ടു മേക്ക് സിൻസിയർ പ്രിപ്പറേഷൻ ഫോർ ദിസ്.